എൻ്റെ ഒരു ചോദ്യമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ ഭയമാണോ, അമേരിക്കയെ ഭയമാണോ? ചോദ്യം ഡയറക്റ്റാണ്. ഏകദേശം 100-ലധികം പ്രാവശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ്, ചെറിയ ആളൊന്നുമല്ല, അമേരിക്കയുടെ പ്രസിഡന്റാണ്, നിരന്തരമായിട്ട് ഇന്ത്യയെ അവഹേളിക്കുന്നു. അപ്പൊ അതിന്റെ പുറകിലൊരു കാരണം കാണും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യം പറയുന്നു 11 എയർക്രാഫ്റ്റാണ്, ബ്രാൻഡഡ് എയർക്രാഫ്റ്റാണ് പോയത്. അതും ഗ്ലോബൽ ലീഡേഴ്സ് ഇരിക്കുന്ന വേദിയിലാണ് ഇത് പറയുന്നത്. പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ വാർ 25 കോടിയോളം ജനങ്ങൾ മരിക്കേണ്ടതായിരുന്നു, അത് അയാളാണ് രക്ഷപ്പെടുത്തിയത്. കാരണം ഉറപ്പായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ കൺട്രിയാണ്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത്. അത് അയാളാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, എന്തുകൊണ്ടാണ് മോദി ഗവൺമെന്റ് ഏകദേശം 100-ലധികം പ്രാവശ്യം ഇതിനെപ്പറ്റി പറയും. ഇന്ത്യൻ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിബേറ്റിൽ ഏകദേശം 26ഓളം പാർലമെന്റേറിയൻസ് ഒപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഗവൺമെന്റ് സൈലന്റായി. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഇന്റർനാഷണൽ ഡെയിലീസിലും മാഗസിൻസിലും ഒക്കെ വാറുമായി ബന്ധപ്പെട്ട സംഭവത്തിലൊക്കെ ഇത് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇന്ത്യക്ക് എത്രണ്ണം പോയി, പാകിസ്ഥാൻ എത്രണ്ണം പോയി, ആർക്കാണ് വാറിന്റെ എഡ്ജ് കിട്ടിയത്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇന്ത്യയെ പൂർണ്ണമായിട്ടും താത്തിക്കെട്ടി തന്നെയാണ് പറയുന്നത്. ഇത് ചുമ്മാ ഇവിടെയുള്ള വിഡ്ഢികൾ പറയുന്ന പോലൊന്നുമല്ല. ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് നാണക്കേട് തന്നെയാണ് ഈ സംഭവം. കൃത്യമായിട്ട് വാറിനെ പറ്റി വായിക്കുകയൊക്കെ ചെയ്യുന്ന ഇന്റർനാഷണൽ മീഡിയക്കകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റിന്, ഈ പറയുന്ന ഇന്റർനാഷണൽ മീഡിയ, മോദി അഡ്മിനിസ്ട്രേഷന് പരസ്യമായിട്ട് സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തില്ലേ? അതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തത്? ആ ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ തരാൻ പോകുന്നത്. അതായത് പാർലമെന്റ് ഉത്തരം കൊടുത്തില്ല, അമേരിക്കൻ പ്രസിഡന്റ് ഇതിനെപ്പറ്റി പറയുന്നു, അത് കഴിഞ്ഞിട്ട് വലിയൊരു ഡെലിഗേറ്റ്സിനെ ഗ്ലോബലായിട്ട് ഇന്ത്യ ഗവൺമെന്റ്, ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ ഗ്ലോബലായിട്ട് പലയിടത്തും വിട്ടു. അന്ന് ഞാൻ പറഞ്ഞു ഇത് ഫ്ലോപ്പ് ഗെയിമാണ്, അത് കംപ്ലീറ്റ് ഫ്ലോപ്പായി. അതായത് മനസ്സിലാക്കും, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയതന്ത്ര പോളിസികൾ അല്ലെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എന്താണ് ജയശങ്കർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, വെസ്റ്റേൺ കൺട്രീസ് അയാൾ കംപ്ലീറ്റ് സൈലന്റ് ആയി, മിണ്ടുന്നേ ഇല്ലല്ലോ. എവിടെ പോകുന്നതിനെ പറ്റി മിണ്ടുന്നേ ഇല്ല. വെസ്റ്റല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളാ തീരുമാനിക്കുന്നത്, അതാണ് കോടയാണ്. ഇതൊക്കെ എവിടെ പോയി? പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ജയശങ്കറിനെ പറ്റി വീഡിയോ ചെയ്യുക, അത് ചെയ്യുക. അപ്പോഴും ഞാൻ പറഞ്ഞു ബി സൈലന്റ്, നോക്കട്ടെ എന്തുവാ സംഭവം എന്ന്. കാരണം എനിക്കറിയാം സംഭവം, ഇത് വാ തുറക്കാൻ പറ്റത്തില്ല, അതാ അതിൻ്റെ കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം, ഇത് രാജഭരണമൊന്നുമല്ല. ഇന്നല്ലെങ്കിൽ ഒരു ദിവസം ഈ സത്യം ലോകം മുഴുവനും അറിയും, ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സത്യം. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അമേരിക്ക നമ്മളെ ഇട്ട് കുടയുകയാണ്, ഗ്ലോബലായിട്ട് നാണക്കെടുത്തുകയാണ്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യം എവിടെ നിൽക്കുന്ന ഒരു ഷെയ്പ്പായിരുന്നു. അപ്പം അതിൻ്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ഇന്ത്യ അഡ്മിനിസ്ട്രേഷനെ ഗ്ലോബലായിട്ട് നാറ്റിക്കുന്നു. തിരിച്ചു പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ എന്തുവാ റീസൺ? ഇന്ത്യയുടെ കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് ജനറൽ അനിൽ ചൗഹാൻ, അദ്ദേഹം ഷങ്കായ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂരിൽ വെച്ച് ബ്ലൂംബർഗിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇന്ത്യൻ എയർക്രാഫ്റ്റ് പോയി. ഇന്ത്യയുടെ ഇന്തോനേഷ്യയുടെ ഡിഫൻസ് അറ്റാച്ചേ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. ഇതൊക്കെ എല്ലാ മീഡിയയിലും വന്ന് ഗ്ലോബലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അത് ഇന്ത്യ പാർഷ്യൽ അല്ല, ഫുള്ളി ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു, ഇന്ത്യക്ക് പറ്റി. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ആർമി ചീഫ് ജനറൽ രാഹുൽ സിംഗ്, അദ്ദേഹം പറഞ്ഞില്ലേ ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എങ്ങനെ പെട്ടെന്നുള്ള ഷോക്കായിരുന്നു, പിന്നീട് ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു, അതായത് റിട്ടാലിയേഷൻ നടത്തി. ഈ സംഭവമാണ് ബേസിക്കലി തയ്യാറെടുപ്പില്ലാന്ന് ചെയ്തു. അപ്പം അതിൻ്റെ പേരിലാണ് ഈ ട്രംപ് സംഭവം ഇടയ്ക്ക് നമുക്കിട്ട് തരുന്നത്. അതിനെതിരെ കൃത്യമായിട്ട് ഗ്ലോബൽ മീഡിയയിലും ഇന്ത്യൻ മീഡിയയുടെ കാര്യം കളയുക, കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് പറയുന്നത് മാത്രം പറയുന്നു, അതിനെ സ്തുതി പാടുന്നു. ഇത് ഗ്ലോബലായിട്ടുള്ള ജനങ്ങൾ വിശ്വസിക്കത്തില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് വരുന്നു,
ഇമ്മാനുവൽ മാക്രോൺ. എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചില്ല? ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല അയാൾ? അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റു പല രാജ്യങ്ങളിലും പോയി ഈ സ്ട്രാറ്റജിയുമായി ബയലാട്രിയൽ ഡിഫൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഡിസ്കഷൻ നടന്നു. എന്തുകൊണ്ടാണ് ഒരു ഗ്ലോബൽ ലീഡേഴ്സ് പറയാത്തത് ഇന്ത്യക്ക് അനുകൂലമായിട്ട്? അത് അങ്ങനെയല്ല സംഭവിച്ചത്, ഇന്ത്യക്കായിരുന്നു അഡ്വാൻറ്റേജ്. എന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം അവർക്കും ഈ സത്യം അറിയാം. കാരണം ഇന്ത്യൻ ഡിഫൻസും ചീഫും ഈ പറയുന്ന ആൾക്കാരെല്ലാം അഡ്മിറ്റ് ചെയ്തതാണ്. ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഉത്തരം കൊടുത്തില്ല. അതൊക്കെ പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഒരു വാറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നമുണ്ടാകും, അത് അതിൻ്റെ തൊള്ളത്. ട്രംപ് ഇത്രയും പറയുമ്പോൾ, വാർ നിർത്തി എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് അതിനൊരു ശക്തമായ റിപ്ലൈ ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാത്തിലും ട്വീറ്റ് ചെയ്യുന്ന ആളാണ്? എന്തുകൊണ്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല? പേടിയാ, സിമ്പിളായിട്ട്. 56 ഇതൊക്കെ ചുമ്മാ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കഥയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അമേരിക്ക ലോക പോലീസാണ്, അവനെ പേടിച്ചിരിക്കണം. പേടിച്ചില്ല അവൻ പണി തരും, 100% പണി തരും. ഈ പറയുന്ന പാകിസ്ഥാനും ഈ പറയുന്ന ബംഗ്ലാദേശും ചൈനയും നേപ്പാളും ഈ പറയുന്ന എല്ലാ രാജ്യവും അമേരിക്കയുടെ കൂടെ നിൽക്കും. എനിക്ക് ഈ മോദിക്കിട്ട് പണിയും കൊടുക്കും. അത് ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ ഡിപ്ലോമസി ഉള്ളവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. കാരണം ഇന്ത്യയുടെ അയൽവക്കം മുഴുവൻ ശത്രുക്കളാണെന്നറിയാം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതാണ് വീണ്ടും ഞാൻ പറയുന്നു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ വളരെ മോശമായ എക്കണോമിക് സ്റ്റേജിലായിരുന്നു, പൂർ രാജ്യമായിരുന്നു, പട്ടിണി മരണം ഉണ്ടായിരുന്നു, എല്ലാം ഉള്ള ഒരു രാജ്യമാണ്. ഇപ്പോഴും ഇതൊന്നും മാറിയിട്ടൊന്നുമില്ല. ബാക്കിയൊക്കെ പറയുന്നത് ചുമ്മാ കള്ളവാ. ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റിയുടെ സാധനം പോലെ ചൈനയുടെ സാധനം കൊണ്ട് കാണിച്ചിട്ട് മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പം അതിനകത്ത് ഈ പറയുന്ന തള്ളും കള്ളത്തരവും കപടതയും, അപ്പം അതിന് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഗ്ലോബൽ പ്ലാറ്റ്ഫോറത്തിൽ വെച്ച് ഇന്ത്യക്കെതിരെ ഇത് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ കാര്യം. മനസ്സിലാക്കുക, ട്രംപ് പറഞ്ഞെടുത്ത് പോയി ഒപ്പിട്ടു ആ രീതിയിലാണ് ഈ പറയുന്ന ട്രേഡ് ഡീല് പോലും നമ്മൾ സമ്മതിച്ചിരിക്കുന്നത്. ട്രംപ് പറഞ്ഞ 500 ബില്യൻ്റെ സാധനം ഞങ്ങളുടെ നിന്ന് മേടിച്ചിരിക്കണം, ഇന്ത്യ മേടിക്കാൻ തയ്യാറാ. ട്രംപ് പറഞ്ഞു റഷ്യൻ ഓയിൽ കംപ്ലീറ്റ് നിർത്തുക, ഞാൻ ഓയിൽ തരും, അത് വാങ്ങണം, അതിനും തയ്യാറായി. അപ്പം നിങ്ങൾ ഇനിയും പറയും, ആർക്കാണ് ഈ 56 ഇഞ്ചെന്ന് പറയുന്നത്? ആരുടെ 56 ഇഞ്ചിന്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? സറണ്ടർ ചെയ്യുന്നിടത്തെല്ലാം സറണ്ടർ ചെയ്തു. ഇതിനകത്ത് പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട്, മറ്റു പല രീതി ഹർദീപ് സിംഗ്, എപ്സ്റ്റീനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രിയും ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇതേപോലെ ഒടിഞ്ഞ് താഴെ പോയിട്ടില്ല. അത് ഏറ്റവും കാണാൻ പറ്റുന്ന മോദി ഗവൺമെന്റിനാണ്, ഗ്ലോബലായിട്ട് തന്നെ. ഇടയ്ക്കിടയ്ക്ക് നേരത്തെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും തിരിച്ച് മെയിൻ സ്ട്രീമിൽ വരാൻ ശ്രമിക്കുമ്പോൾ ഈ ട്രംപ് ഈ കുട്ടുന്ന കൊട്ട് ഇത് കൊള്ളുന്നിടത്ത് എല്ലാം കൊള്ളുന്നുണ്ട്. ഗ്ലോബലായിട്ട് നമുക്കൊരു റെക്കഗ്നേഷൻ ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയുമായിട്ട് ആ ഒരു ബന്ധവും ട്രംപുമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിനെതിരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മോഡി അഡ്മിനിസ്ട്രേഷൻ പറയുക, അല്ല ഇങ്ങനല്ല, അതിങ്ങനാണ്, അമേരിക്കയല്ല നിർത്തിയത്, ഞങ്ങളാണ് നിർത്തിയത്. എന്തുകൊണ്ടാണ് ചൈന പോലും പറയുന്നത്? ചൈന ഇടപെട്ടു ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ. എന്താണ് പാകിസ്ഥാൻ പറഞ്ഞ? അമേരിക്കയും ചൈന ഇടപെട്ടാണ് വാർ നിന്നത്. അപ്പം നാണക്കേട് ആർക്കാ ബേസിക്കലി? ഇതാണ് ചോദ്യം. ഇത്ര താഴേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രമാത്രം മോശമായ രാജ്യമൊന്നുമല്ല ഇന്ത്യ. ഈ പറയുന്ന 56 ഇഞ്ചൊന്നിലും മര്യാദയ്ക്കുള്ള ആൾക്കാർ ഇന്ത്യ ഭരിച്ചിരുന്നു, പക്ഷെ ഇതേപോലെ താഴ്ന്നു കൊടുത്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആർക്കൊക്കെയോ വേണ്ടി ഭയക്കുന്നു, വല്ലാതെ ഭയന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്താണ് പോകുന്നത്. നരേന്ദ്ര സറണ്ടറിലെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് തെറ്റാണ്. മോദി ഗവൺമെന്റും നരേന്ദ്രമോദി സറണ്ടേർഡാണ് അമേരിക്കയുടെ മുമ്പിൽ. അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തേ മതിയാവത്തുള്ളൂ. അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം. ഇന്ത്യ ആ ഒരു നയങ്ങളിലോട്ടാണ് പോകുന്നത്. ആ നയത്തിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മാറി. പക്ഷെ എന്തിനാണ് ഇത്രമാത്രം ഭയക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഉള്ളുകൾ? എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഓക്കെ, പറയണം, വാറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടപ്പെട്ടു, ഇതാണൊക്കെ ഉണ്ടായത്, ഇനി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതൊരു കാര്യം പബ്ലിക്കിനോട് ഗ്ലോബലായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്ലോബൽ മീഡിയ അത് ഏറ്റെടുക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഗ്ലോബൽ ഒറ്റ മീഡിയ ഇന്ത്യക്കെതിരെ അനുകൂലമായിട്ട് പറയുന്നില്ല. ട്രംപിനെ എതിർക്കുന്ന ചില മീഡിയ ഉണ്ട്, അവർ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പറയുന്നത് അത് അവിടെ എവിടെയും കൊള്ളിക്കാതെ ഇന്ത്യക്ക് മോശമായിട്ട് അവസാനം അങ്ങ് മാറുക, ട്വിസ്റ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ കാര്യം എന്താ? അതായത് ഗ്ലോബൽ മീഡിയയ്ക്ക് പോലും
ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന വിശ്വാസമില്ല, വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതാണ് അതിൻ്റെ കാര്യം. അതായത് വലിയ സംഭവമാണ്, ആ എക്കോണമിയാണ്. എല്ലാവർക്കും അറിയാം എക്കോണമിയിലെ ഈ കള്ളക്കണക്കുകളും സംഭവങ്ങളും ഒക്കെ. ഇന്ത്യയുടെ GDP 8.2 എന്ന് പറഞ്ഞതിൻ്റെ കപടതയൊക്കെ എല്ലാവർക്കും അറിയാം. അവസാനം ഗഗലോട്ടി യൂണിവേഴ്സിറ്റി ചൈനീസ് സാധനം കാണിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് മുഴുവൻ കള്ളത്തരമാണ്. ഇത്രയേ ഉള്ളൂ ആ സംഭവം. ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ വളരെ ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത്, ഇതൊന്നില്ലെങ്കിൽ ഗവൺമെൻറ് കൃത്യമായിട്ട് ഒരു നിലപാടെടുക്കണം, എന്ത് പറയണം. ഇത് ബേസിക്കലി ലോകത്തിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നു, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഉണ്ടായത്, ഇതിനെപ്പറ്റി കൃത്യമായിട്ടങ്ങ് പറയണം. കുറച്ച് ആൾക്കാരെ വെച്ച് അനുകൂലമായിട്ട് ഇന്ത്യൻ മീഡിയയിൽ കുറച്ച് പുസ്തകം എഴുതിയുണ്ടെന്നും കാര്യമൊന്നുമില്ല. ഇത് ഗ്ലോബൽ നാണക്കേടിലോട്ട് ഇന്ത്യ പോവുകയാണ്. ഇത്രമാത്രം ഉണ്ട്, ഇത്രമാത്രം ട്രേഡ് ഡീല്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കറുത്ത സംഭവം അത് മാറ്റിയെടുത്തേ മതിയാവത്തുള്ളൂ. അതിന് ഇന്ത്യ ഗവൺമെൻറ് പ്രൊആക്റ്റീവായിട്ട് മുന്നേറണം. ഈ പറയുന്ന ഭയം മാറ്റി വെക്കണം. വല്ലാത്ത ഭയത്തിലാണ് മോദി അഡ്മിനിസ്ട്രേഷൻ. അത് മാറ്റിയേ മതിയാവത്തുള്ളൂ. ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടതാണ്.